പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് ഒരു സാറുണ്ടായിരുന്നു അവിടെ. പുള്ളി എന്നെ എല്ലാവരും ഉറക്കം തോന്നി സാറിനെ വിളിക്കാറ്. പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇടയ്ക്ക് ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ആ ഡൗട്ട്സ് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ആള് കാരണം എഞ്ചിനീയറിംഗ് പോലും പാസ്സായത്. ഒരാളുണ്ട് വെട്ടുമിനി. മാം എപ്പം എനിക്ക് ആൻസർ ഷീറ്റ് തന്നാലും അതിൽ നിറയെ വെട്ടും കുത്തായിരിക്കും. അതൊന്ന് വീട്ടിൽ കാണിച്ച് സൈൻ മേടിക്കാൻ ഞാൻ പെടുന്ന പാട്. പക്ഷെ ആ വെട്ടും തിരുത്തലുകളും പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് മുന്നോട്ടുള്ള ഊർജത്തിനുള്ളതായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പുഞ്ചിരി രാജ, അഡ്വൈസ് രാജ എന്നും വിളിക്കാറുണ്ട്. ഒരു അധ്യാപക എന്നുള്ളവർ കൂടുതലും ഫ്രണ്ടുമാണ്. ടീച്ചർ ആസ് എ ഫ്രണ്ട് എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ നല്ലൊരു ടീച്ചറായിരുന്നു അത്. एक टीचर थी, उसको हम मामा बियर बोलते थे. मामा बियर क्योंकि वो मम्मी की तरह स्ट्रिक्ट थी. अब डर के मारे कभी उनसे बात तो नहीं करी, पर उनके वजह से ही आई अंडरस्टूड कि सोशल साइंस ही मेरा पैशन है. ഉപദേശി, ഈ ടീച്ചർ ആദ്യം വരുന്നത് 10 മിനിറ്റ് ഉപദേശമാണ്. പക്ഷേ ഈ ഉപദേശങ്ങളൊക്കെ പിന്നീട് എൻ്റെ ജീവിതത്തെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കോലെ കയറി കുറെ സാരി ഉടുത്ത ടീച്ചേഴ്സിനെക്കാട്ടും ഉള്ളില് ഒരു ചുരിദാറിട്ട ടീച്ചർ എന്ന് പറയുന്നത് അന്ന് കാലത്ത് വളരെ വിരളായിരുന്നു. അതുകൊണ്ടായിരിക്കാം ടീച്ചർക്ക് ആ ഒരു പേര് വന്നത്. എന്നിരുന്നാലും എൻ്റെ +2 പാസ്സാവാനും പരീക്ഷാ സമയത്തും എല്ലാം ടീച്ചർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പുതിയതായിട്ടൊരു സാറ് വന്നു. അത്ര നാള് മസിലൊന്നും ഇല്ലാത്ത ഭംഗിയില്ലാത്ത കുറച്ച് മാഷന്മാരുടെ ഇടയിൽ ഒരു ചുള്ളനായിട്ടൊരു മാഷാവുന്നുണ്ടായിരുന്നു. നല്ല സൈസും നല്ല ജിമ്മനായിരുന്നു ആ മാഷ്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളതുകൊണ്ട് മസിലോണ്ട് കട്ടാന്ന് വിളിക്കണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അടിയായിരുന്നു. അതും കൈമ നല്ല തരാം, നല്ല ഷർട്ടൊക്കെ പൊന്തിച്ച് ചന്തി മരുന്ന് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ടരേന്ന് അടി കിട്ടിയ കട്ട പോലെ കിടക്കുന്നാണ് പറയുന്നുണ്ടായിരിക്കും. ഭയങ്കര കമ്പനിയാണ് സാർ. സാർ ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നത്. സാർ ഇംഗ്ലീഷിൽ പഠിപ്പിച്ച പല പല കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. ചപ്പാത്തി മിസ് ആള് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. ശരിക്കും എക്സാമിന്റെ മാർക്കൊക്കെ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് പുള്ളിക്കാരി എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. Yes, there was one introvert. When I was in 11th and 12th, she's the one who taught me accounts. And I guess we used to get so big zero in balance sheet. And it was so difficult for us to even pass in accounts just because of her. But I guess it's because of her I'm sitting right now in the finance department. And I'm really thankful to her.